ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. അമ്മാ ബഅദ്. ഹദ്ദസനാ അബ്ദുർറഹ്മാൻ ബിൻ അബി അംറ ഖാല ദഖല ഉസ്മാൻ ബിൻ അഫ്ഫാൻ المسجد بعد صلاة المغرب فقعد وحده فقعدت إليه فقال يا ابن أخي سمعت رسول الله صلى الله عليه وسلم يقول من صلى العشاء في جماعة فكأنما قام نصف الليل ومن صلى الصبح في جماعة فكأنما صلى الليل كله. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റഹിമഹുല്ലാ തൻ്റെ സഹീഹിൽ 656 നമ്പറായി നൽകിയിട്ടുള്ള വചനമാണ് വായിച്ച് കേൾപ്പിച്ചത്. അബ്ദുറഹ്മാൻ ബിൻ അബി അംറ പറയുകയാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മഗ്രിബ് നമസ്കാരശേഷം പള്ളിയിൽ പ്രവേശിച്ചു. അങ്ങനെ അവിടെ ഒറ്റക്കിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാനും ഇരുന്നു. ഫഖാൽ, അപ്പോൾ എന്നോട് പറഞ്ഞു, യബ്ന അഖീ, എൻ്റെ സഹോദരപുത്ര, സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. മൻ സ്വല്ലൽ ഇശാ ഫീ ജമാഅ, ഇശാ നമസ്കാരം സംഘടിതമായി നിർവഹിക്കുന്നവന് ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി സമയം വരെയും എഴുന്നേറ്റ് നമസ്കരിക്കുന്നവനെ പോലെയാണ്. വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅ, സ്വലാത്തുൽ ഫജ്ർ അഥവാ സുബ്ഹ് നമസ്കാരം ജമാഅത്തായിട്ട് ആരെങ്കിലും നിർവഹിക്കുന്നുവെങ്കിൽ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ല, അവൻ രാത്രി മുഴുക്കെ നമസ്കരിച്ചവനെ പോലെയാകുന്നു. ഈ ഹദീസ് മഹാനായിട്ടുള്ള ഇമാം മുസ്ലിം റഹിമഹുല്ല ബാബു ഫളി സ്വലാത്തുൽ ഇശാഇ വസ്സുബ്ഹി ഫീ ജമാഅ, ഇശായും സുബഹിയും ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായം എന്നുള്ളതിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഇശാഇൻ്റെ പ്രാധാന്യം, രണ്ട് സുബഹിൻ്റെ പ്രാധാന്യം. അവ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന അതിൻ്റെ മഹത്വം ഇതാണ് ഇതിൽ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വചനങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഹദീസിൽ കാണാം, ആരെങ്കിലും സുബ്ഹി നമസ്കരിച്ചാൽ ഫഹു ഫീ ദിമ്മത്തില്ല, അവന് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വചനത്തിൽ കാണാം, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ, ആരെങ്കിലും പള്ളിയിലേക്ക് പ്രഭാതത്തിൽ പോയി അല്ലെങ്കിൽ വൈകുന്നേരം പോയി, അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നത്തി നുസുല, അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വിരുന്ന് തയ്യാറാക്കി വെച്ചു. കുല്ലമാ ഗദാ ഔ റാഹ, അവൻ രാവിലെയും വൈകുന്നേരവും പോകുമ്പോഴെല്ലാം അങ്ങനെ അള്ളാഹു തആല അവന് വിരുന്നൊരുക്കി വെക്കുമെന്ന് സഹീഹുൽ ബുഖാരിയുടെ 662 പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങൾക്കും വമ്പിച്ച പ്രാധാന്യമുണ്ട്. പള്ളിയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടി അങ്ങനെ സംഘടിതമായി ജമാഅത്തായിട്ട് നമസ്കരിക്കുക എന്നുള്ളത് വമ്പിച്ച പുണ്യമുള്ള കാര്യമാണ്. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ സുബഹിക്ക് പോലും സ്ത്രീകൾ പള്ളിയിൽ വന്നിരുന്ന സംഭവം ഹദീസിൽ കാണാം. സ്ത്രീകൾ അന്നൊക്കെ അവർക്ക് വസ്ത്രത്തിന് പ്രയാസമുണ്ടായിരുന്നു. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കണമല്ലോ. അപ്പോൾ അത്രയും മറക്കാനുള്ള വസ്ത്രത്തിന് പ്രയാസപ്പെടുന്ന എത്രയോ സഹാബ വനിതകളുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അവർ അങ്ങനെ പ്രയാസം നേരിട്ടിട്ട് പോലും പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ സുബഹി നമസ്കാരത്തിന് ജമാഅത്തിന് അവർ ഹാജരായിരുന്നതായിട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. കുന്ന നിസാഉൽ മുഅ്മിനീന യഷ്ഹദന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفهن
അഹദും മിനൽ ഖലസ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് സഹീഹുൽ ബുഖാരിയിൽ 873 വചനത്തിലൊക്കെ കാണാം, സത്യവിശ്വാസിനികളായിട്ടുള്ള സ്ത്രീകൾ അവർ അള്ളാഹുവിൻ്റെ പള്ളിയിൽ വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? അവർ മൂടുപടം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് അങ്ങനെ പള്ളിയിലേക്ക് വരികയാണ്. എന്നിട്ട് പ്രവാചകൻ്റെ കൂടെ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കുകൊള്ളുകയാണ്. അങ്ങനെ ഫർള് സുബഹി ജമാഅത്ത് കഴിഞ്ഞിട്ട് അവർ തിരിഞ്ഞു പോകുമ്പോൾ ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഖലസ് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശിഷ്യ ഗണങ്ങളിൽപ്പെട്ട വനിതകൾ, ഹദീസിൽ ബാബു വഖത്തിൽ ഫജർ എന്ന് പറയുന്ന ബുഖാരിയുടെ അധ്യായത്തിൽ 578 നമ്പറായിട്ട് കൊടുത്തുള്ള വചനത്തിൽ കുന്ന നിസാ ഉൽ മുഅ്മിനാത്തി എന്നാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസിനികളായ സ്ത്രീകൾ. അപ്പോൾ ആ കാലഘട്ടത്തിൽ വസ്ത്രത്തിന് പ്രയാസപ്പെട്ടിട്ട് സ്ത്രീകൾ പോലും സുബഹി നമസ്കാരത്തിന് റസൂലുള്ളാഹിൻ്റെ കൂടെ ഹാജരായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആരാണവർ എന്നറിയുമായിരുന്നില്ല. കാരണം ഇരുട്ട് ആയിരുന്നു എന്നുള്ളതാണ്. ഖലസ് എന്ന് പറഞ്ഞാൽ ളുൽമതു ആഖിരിൽ ലൈൽ, രാത്രിയുടെ അവസാനത്തിലുള്ള ഇരുട്ടിനാണ് ഖലസ് എന്ന് പറയുക. അതാണ് ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഖലസ്, ഇരുട്ട് നിമിത്തം ഒരാളും തിരിച്ചറിയപ്പെടുകയില്ല എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്താ? സുബഹി ജമാഅത്ത്, മഗ്രിബ് ഇഷാ ജമാഅത്ത് അതിന് വമ്പിച്ച പുണ്യമുണ്ട്, പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 5 വക്തിനും വളരെ പ്രാധാന്യമുണ്ട് എന്നറിയുക. അപ്പോൾ സുബഹിക്കും ഇഷാവിനൊക്കെ ജമാഅത്ത് അത് നമ്മൾ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പള്ളികളുമായിട്ട് ഹൃദയബന്ധം സൂക്ഷിക്കുക. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് പള്ളിയിൽ പോകാൻ കഴിയാതെ വന്നു എന്ന് വിചാരിക്കുക. മനുഷ്യനാണല്ലോ, എന്തെങ്കിലും ജോലി സംബന്ധമായോ അല്ലെങ്കിൽ ക്ഷീണം സംബന്ധമായോ ഒക്കെ വെറുതെ അലസമായ മടി കാണിക്കുക എന്നുള്ളത് വിശ്വാസിക്ക് ഭൂഷണമല്ല. പിശാചിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിധേയനാകാൻ പാടില്ല. എന്നാൽ അനിവാര്യമായ കാരണങ്ങൾ കൊണ്ട് നമുക്ക് പോകാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ജമാഅത്ത് സംഘടിപ്പിക്കുക, നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുക എന്നുള്ളത്, ആ ഒരു സ്വഭാവം മാറ്റിയിട്ട് വീട്ടിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ അവരൊക്കെ ഒരുമിച്ച് കൂട്ടി ജമാഅത്തായിട്ട് നമസ്കരിക്കുക. നിങ്ങൾ നോക്കൂ, പള്ളിയിലേക്ക് പോകാൻ സാധിക്കാത്ത കൃത്യമായ കാരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ജമാഅത്ത് നടത്തുക, അതിനും വലിയ പുണ്യമുണ്ട്. പക്ഷേ പള്ളിയിൽ നമസ്കരിക്കുന്ന ആ ജമാഅത്തിൻ്റെ അത്ര തന്നെ പുണ്യം ലഭ്യമാവുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക. കാരണം പള്ളിയിലേക്കൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ ഓരോ കാലടിക്കും പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. ഓരോ കാലടിക്കും അതാണ്. ആ കാല് വെക്കുമ്പോൾ, കാലുയർത്തുമ്പോൾ നന്മ രേഖപ്പെടുത്തുന്നു, തിന്മ മായ്ക്കപ്പെടുന്നു. അങ്ങനെ എന്തെല്ലാം പുണ്യങ്ങളാണ്. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് ജമാഅത്ത് നമസ്കരിക്കേണ്ടുന്ന അവസ്ഥ വന്നാൽ എത്രയോ ആളുകളുണ്ട്, ഖുർആനൊക്കെ അറിയാം, അത്യാവശ്യം ദീനീബോധമുണ്ട്, പക്ഷേ ഭാര്യയും ഭർത്താവൊക്കെ വെവ്വേറെ നമസ്കരിക്കുന്നവർ. അങ്ങനെയല്ല, വീട്ടിൽ നമ്മളെന്ത് ചെയ്യുക, ജമാഅത്തായിട്ട് നമസ്കരിക്കുക, അതിന് വലിയ പുണ്യമുണ്ട് എന്നറിയുക. എപ്പോഴും ജമാഅത്തായിട്ട് ഫർദ് നമസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുന്ന ഒരു ശീലം, പിന്നെ പള്ളിയിൽ പോകാൻ കഴിയാത്ത ഘട്ടങ്ങളിൽ പള്ളിയിൽ പോകുന്നത് മുടക്കാൻ പാടില്ല. അങ്ങനെ പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീട്ടിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കുക. സമീപകാലത്ത് ഒരു ആനിമേഷൻ വീഡിയോ വന്നിരുന്നു. അതായത് വീട്ടിൽ കുടുംബാംഗങ്ങൾ നമസ്കരിക്കുമ്പോൾ പോലും ഭാര്യയോ മക്കളോ ഒക്കെ പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ ബാക്കിലെ സൊഫിൽ നിൽക്കണം. അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മറിച്ച് സ്വന്തം പെൺമക്കളാണ്, അതുപോലെ ഭാര്യയാണ് അല്ലെങ്കിൽ പെങ്ങളാണ്, അപ്പോൾ അവർ
പിന്നെ അവരും നമ്മുടെ ആൺമക്കളൊക്കെ ഒരേ സഫിൽ നിന്ന് നമസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു വിരോധവുമില്ല, തൊട്ടാൽ ഒതു മുറുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ച് ഇങ്ങനെ നമസ്കാരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ, പ്രാർത്ഥന മനോഭാവത്തോടുകൂടെ ഏറ്റവും വലിയ ആരാധന ആണ് നിർവഹിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടെ നിർവഹിക്കുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.